എന്തോരം തെറിവിളിയാണ് അനുമോള് കേൾക്കുന്നത്. എന്തോരം. അല്ല, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തോരം കമൻറ്റുകൾ, വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ. ഞാൻ വിചാരിച്ചു നല്ല കമൻറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ എന്ന്. ഞാൻ കണ്ടതും ഭൂരിഭാഗം ഇന്നലെ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് വഴിയും പിന്നെ അനുമോളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒരുപാട് വീഡിയോകൾ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ തുടക്കത്തിലൊക്കെ വളരെ മാന്യമായിട്ടുള്ള, അതായത് ഇവരുടെ വിവാഹത്തിന് മംഗളാശംസകൾ നേരുന്ന തരത്തിലുള്ള നല്ല കമൻറ്റുകളായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റുകളുടെ മോഡ് അങ്ങോട്ട് മാറാൻ തുടങ്ങി. തെറിയായി, വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളിലേക്ക് പയ്യെ പയ്യെ നീങ്ങാൻ തുടങ്ങി. പ്രത്യേകിച്ച് എന്നെ ഞെട്ടിച്ചത് എന്താണെന്നറിയോ? സ്ത്രീകൾ ഇടുന്ന കമൻറ്റ്സ്. എങ്ങനെ പറ്റുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ? എങ്ങനെ പറ്റുന്നു ചില ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടാൻ? ഒരു ചേച്ചിയുടെ കമൻറ്റ് ഞാൻ കണ്ടു. അത് ആ ചേച്ചി പല അനുമോളുടെ വീഡിയോ അടിയിലും അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെ അടിയിലും ഒക്കെ പോയി വളരെ മോശമായിട്ട് തന്നെ അവർ കുത്തിയിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുക. എന്താ ഇവർക്ക് കിട്ടുന്നതിനകത്തുനിന്ന്? കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൈസ എന്തെങ്കിലും കിട്ടുമോ? നെഗറ്റീവ് കമൻറ്റ് ഇട്ടുക. കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളൊന്ന് പറയുക. ഇങ്ങനെ കമൻ്റ് ഇടുന്നതുകൊണ്ട് എന്താണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ പത്രം വായിച്ചിട്ട് കുറച്ചായി. ഇനിയും അനുമോള് കല്യാണം കഴിച്ചത് അത്ര വലിയ തെറ്റായിട്ട് വല്ലതും പത്രത്തിലുണ്ടായിരുന്നോ? അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് എന്തോ വലിയ മഹാഭാവമാണെന്ന് ആരെങ്കിലും പറഞ്ഞത് വല്ലതും വന്നിട്ടുണ്ടോ? അല്ല, എന്തിന് ഇത്രയും തെറിവിളി? എന്ത് കാര്യത്തിന്? വളരെ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നത് കേട്ടു. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പ് ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. ബിക്കോസ് അനുമോളുടെ ആയാലും ഭുവയുടെ ഫാമിലി ആയാലും ഏറെ കാലം ആഗ്രഹിച്ച ആ ഒരു മൊമെന്റിലാണ് രണ്ട് ഫാമിലീസും എത്തി നിൽക്കുന്നത്. കാരണം രണ്ട് ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം അല്ലെങ്കിൽ വെഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഡേ ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് അല്ലെ? അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കാത്ത് ആഗ്രഹിച്ചിരുന്ന, നമ്മളെല്ലാവരും അനുമോളെ സ്നേഹിക്കുന്നവർ മാത്രം കൂടിയിരിക്കുന്ന ഒരു ഇടമാണ് ഇത്. സോ നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്വന്തം അനുമോളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ സ്വന്തം അനുമോളോ? അല്ല, കേരളത്തിന്റെ സ്വന്തം അനുമോൾ ആയതുകൊണ്ടാണോ ഇത്രയും മോശം കമന്റുകൾ? ഇത്രയും മോശം കമന്റുകൾ. ഇന്നലെ അനുമോളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവരുടെ കല്യാണ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വന്നു. അതിൽ ഫോട്ടോസിനെ പോലും ചില ആളുകൾ വിടുന്നില്ല. ചില വീഡിയോകൾ, പ്രത്യേകിച്ച് മിനിഞ്ഞാന്ന് അനുമോൾ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ അത്യാവശ്യം ഹിന്ദു ടച്ചുള്ള തരത്തിലുള്ള ഈ എന്താ പറയുക, പണ്ടത്തെ ഈ സെറ്റ് മുണ്ടൊക്കെ ഇങ്ങനെ വരിഞ്ഞുകൊടുത്ത് അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കത് കണ്ടിട്ട് ബോറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അവർക്കത് നന്നായിട്ട് ചേരുന്നുണ്ട്. ആ സാധനത്തിനെ പോലും പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ മോശമായിട്ട് കണ്ട് പല കാര്യങ്ങൾ എഴുതിയിടുന്നത് കണ്ടു. എങ്ങനെ പറ്റുന്നു ചേച്ചിമാരെ? അല്ല, നിങ്ങളൊന്ന് പറ, ഈ വീഡിയോ കാണുന്നവരൊന്ന് പറയണേ, ഇവർക്ക് എന്താ ഇതിനകത്തൊന്ന് കിട്ടുന്നത്? എന്ത് സുഖമാണ് കിട്ടുന്നത്? എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. എന്ത് സുഖമാണോ കിട്ടുന്നത്? പൈസ വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ ഓക്കെ, പൈസയ്ക്ക് വേണ്ടിയാന്ന് പറയാം. ഇതെന്താ കിട്ടുന്നത്? ചില കമൻറ്റ്സ് ഞാനൊന്ന് വായിക്കാമേ, നിങ്ങളിത് കേട്ടോണം. നിങ്ങൾ ആരും ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല. ഞാൻ കുത്തിയിരുന്ന് നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റിയത്. ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. തുടങ്ങാം നമുക്ക്. ഇവിടെ കൂടെ എത്ര നാൾ അയാൾ ജീവിക്കുമോ കണ്ടറിയാം, കള്ളി നുണച്ചി. അനുമോളുടെ ഒരു കല്യാണ ഫോട്ടോ, അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ആയത്. ഓക്കെ, ഈ ഒരു സാധനം കള്ളി നുണച്ചി ഓക്കെ വിളിച്ചോ, പക്ഷേ ഇവളുടെ കൂടെ അയാൾ എത്ര കാലം ജീവിക്കുമോ എന്നൊക്കെ നിങ്ങളെന്തിനാ അതിനെപ്പറ്റി കൺസേൺ ആവുന്നത്? അവർ ജീവിക്കുമോ ജീവിക്കാതിരിക്കുമോ അങ്ങനെ അങ്ങ് കരുതിയാൽ പോരെ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെ ഉണ്ടാവണമെന്നുണ്ടോ? എനിക്കതേ ഉള്ളൂ ഈ കമൻ്റ് ഇട്ട ആളോട് ചോദിക്കാൻ. അൻസി ജോസഫ്, എൻ്റെ പൊന്നൻസി, എന്ത് മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ?
ഒരു കല്യാണം കഴിഞ്ഞ് അവരുടെ ഫോട്ടോ കാണുമ്പോൾ അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ ഒരു ശത്രു ആണെങ്കിലും ശരി, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കട്ടെ എന്നല്ലേ നമ്മളെല്ലാവരും മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ മുടിഞ്ഞു പോകണം, എന്ത് മെൻറ്റാലിറ്റി അത്? അത്രേ എനിക്ക് നിങ്ങളോട് ചോദിക്കാവുള്ളൂ. നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം എത്ര നാൾ കണ്ടറിയാതെ, എത്ര ചിന്താഗതി ആയിരിക്കും ചേച്ചി നിങ്ങളുടെയൊക്കെ, അൻസി ചേച്ചി. അടുത്തത് 3 മാസം അതിനു മുമ്പ് അവൻ രക്ഷപ്പെടും, ജിൻസി. അടുത്തത് അടിപൊളി, വാ പോകാം. എവിടെ പോകാന്നാടാ? യദുകൃഷ്ണൻ ഇട്ടിരിക്കുന്നതാണ്, എന്തൊക്കെ കാണണം തേപ്പുകാരിയെ കൊണ്ട്. മോനെ, നിന്നെ അവൾ തേച്ചോ? അല്ല, നിന്നെ അവൾ തേച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളെ തേപ്പുകാരി എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. നിന്നെ അവൾ തേക്കുവല്ലോ ചെയ്തോ? അല്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ അവളെ ഈ തേപ്പുകാരി എന്നൊക്കെ വിളിക്കുന്നത്? ഇതിനു മുമ്പ് ഒരു സീരിയൽ നടനുമായിട്ട് എന്തോ റിലേഷൻ പരിപാടി ഉണ്ടായിരുന്നു, ബിഗ് ബോസ് ആ പരിപാടി വെച്ചിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അങ്ങനെയുള്ള ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ ആരാണ് വേണ്ടാന്ന് വെച്ചതെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ വെറുതെ അവളെ കയറി തേപ്പുകാരി എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അതല്ലെങ്കിൽ പോലും ആര് തേച്ചാലും തേച്ചില്ലെങ്കിലും കല്യാണം, ആ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ അടിയിൽ വന്ന് ഈ സാധനമൊക്കെ പറയുന്നതുകൊണ്ട് എന്താടാ നിനക്കൊക്കെ കിട്ടുന്നത്? എന്ത് സുഖമാണ് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എൻ്റെ പ്രതീക്ഷകൾ തെറ്റി തങ്കച്ചൻ ചേട്ടൻ, അതാണ് വേറൊരു പരിപാടി. അതാണ് തങ്കച്ചൻ ചേട്ടൻ, അറിയാമായിരിക്കുമല്ലോ. തങ്കച്ചൻ വിതുര. അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്, അങ്ങനെ തന്നെ പറയാം. ഒരു അത്യാവശ്യം നല്ല ഒരു അഭിനേതാവ്, കോമഡിയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആ പുള്ളിയും അനുമോളും ആ ഒരു ഷോയിൽ വെച്ചിട്ട് അവർ നല്ല പെയറായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാലും ആ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോമഡി ഷോ ആയിരുന്നു. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും നല്ല പെയറായി നിന്ന് ഒരുപാട് തമാശകൾ ചെയ്യുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേടാ? അതൊരു ഷോ അല്ലേടാ? അതിനകത്തെ കാര്യം കൊണ്ടൊന്നും ഇവിടെ പറയേണ്ട കാര്യം. ഇതിപ്പം ഈ ഒരാൾ മാത്രമല്ല, കുറേ ആളുകളുടെ കമൻറ്റ് ഞാൻ കണ്ടു. അതായത് തങ്കച്ചനെ തേച്ചതാന്ന്. നമ്മൾ എന്ത് കണ്ടിട്ടാണ് തങ്കച്ചനെ തേച്ചതാന്ന് പറയുന്നത്? പുള്ളിക്ക് അത്യാവശ്യം പ്രായമുണ്ട്. പുള്ളിയുടെ മോളെ പോലെ ആയിരിക്കും പുള്ളി ചിലപ്പോൾ അനുമോളെ കാണുന്നത്, മനസ്സിലായോ? പല കോമഡി സ്കിറ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കാമുകനായിട്ട് അഭിനയിക്കുന്ന പരിപാടികൾ. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വേറെന്തൊക്കെയോ തലയിൽ ചിന്തിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും സിനിമകളൊന്നും കാണരുത് കേട്ടോ. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുന്നവരോട് നിങ്ങൾ സിനിമയൊന്നും കാണരുത്, വലിയ പ്രശ്നമായി പോവും. കാരണം നാളെ നമ്മുടെ ലാലേട്ടൻ്റെയോ മമ്മൂക്കിയുടെയോ നായികയായിട്ട് കീർത്തി സുരേഷൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ കെട്ടണം. ലാലേട്ടൻ കെട്ടിയേ പറ്റൂ കീർത്തിയെ എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ ഇറങ്ങും. ലാലേട്ടൻ്റെ മോളുടെ പ്രായമുണ്ട്, കെട്ടണമെന്നാണോ? അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അല്ലെങ്കിൽ ഒരു ഷോയിലെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടൊക്കെ ഈ സാധനം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? അടുത്തത്, പാവം തങ്കച്ചനെ പറ്റിച്ചൂലേ. ഏത് മെൻറ്റാലിറ്റിയിലാണ്? ചിലപ്പോൾ തമാശ രീതിയിൽ എഴുതിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കമൻ്റൊക്കെ കണ്ടിട്ട് സീരിയസ് ആയിട്ട് തന്നെ ഓരോരുത്തന്മാരെ എഴുതി വിടുന്നതാണൊക്കെ തോന്നുന്നത്. പിടികിട്ടിയോ? തങ്കച്ചൻ കണ്ടല്ലോ എഴുതി വച്ചേക്കുന്നത്, മറ്റേ ചെയ്തു, ആ വാക്ക് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം, അതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിക്കാത്തതാണ്. അപ്പം തങ്കച്ചൻ ആ പരിപാടി ചെയ്തു എന്ന് പറയുന്നത് കേട്ടു, നമ്മളാരും കേട്ടില്ല. ഈ കമൻ്റ് ഇട്ടവൻ എങ്ങനെയാ അത് അറിഞ്ഞത്? എങ്ങനെയാ അറിഞ്ഞത്? എന്തൊക്കെയാടേ പറഞ്ഞിറക്കുന്നത്? അനീഷ് ചേട്ടൻ്റെ പോലെ ആവുമോന്ന്. അടുത്തത് ഏത് അനീഷാന്ന് മനസ്സിലായല്ലോ, ബിഗ് ബോസ് അനീഷ്. എന്തിനാ അതൊക്കെ ഇവിടെ? കഴിഞ്ഞ കാര്യങ്ങൾ ആ ഷോയ്ക്കകത്ത് അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് അനുമോളോടൊരു ഇഷ്ടം, പുള്ളി അത് പറഞ്ഞു, അവളത് നോയും പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് ഇപ്പോഴും അതും പിടിച്ചോണ്ടിരിക്കും ഓരോരുത്തന്മാർ. എങ്ങനെ പറ്റുന്നില്ല ഇതിനൊക്കെ? എങ്ങനെ പറ്റുന്ന ഇതൊക്കെ? അരുൺകുട്ടിയുടെ പ്രൊഫൈലൊക്കെ കണ്ട് അത്യാവശ്യം ചെറുപ്പക്കാരനാന്ന് തോന്നുന്നു. അടുത്തൊരെണ്ണം, ഈസ് ദിസ് ഹെയർ ആക്ച്വൽ വെഡിങ് ഓർ സം പ്രൊമോഷണൽ ക്യാമ്പയിൻ? കല്യാണത്തിൻ്റെ ഫോട്ടോ അടിയിൽ വന്ന് ചോദിച്ചിരിക്കുന്ന കമൻറ്റാ, ഒന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഡൗട്ട് അടിച്ച് കാണും, ചിലപ്പോൾ പ്രൊമോഷൻ എന്തെങ്കിലും പോട്ടെ.
കുലസ്ത്രീക്ക് കുറച്ചു പ്രായം കൂടിപ്പോയി, വല്ല ഫോട്ടോഷൂട്ട് ആവും, ആ ചെക്കൻ അറിഞ്ഞുകൊണ്ട് മെട്രോ ട്രെയിനിന് തല വെക്കുമോ? ഇതൊക്കെയാണ് ചില ആളുകളുടെ ഒരു എന്താണ് ഒരു കൺസേൺ. അയ്യോ പാവൻ ചെറുക്കൻ, അവളെന്തോ വലിയ കൊള്ളരുതാത്തവള്, ആരെങ്കിലും ചെന്ന് മെട്രോ ട്രെയിനിന് തല വെക്കുവോ? അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഈ TV സ്ക്രീനിലൂടെയും അല്ലെങ്കിൽ ഇപ്പം എന്താ ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മുടെ ഫോണിലൂടെ ഹോട്ട്സ്റ്റാറിലൂടെയോ അല്ലെങ്കിൽ എന്താ TV തന്നെ ഭൂരിഭാഗം ആളുകൾക്കും നമുക്ക് അറിയാം, അത്രേ അറിയുള്ളൂ. അനിമോൾ എന്താണോ നമ്മളെ കാണിക്കുന്നത് അതേ നമുക്കറിയത്തുള്ളൂ. പേഴ്സണൽ ലൈഫിലെ ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ അവളെ ജഡ്ജ് ചെയ്യും? പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം, ജഡ്ജ് ചെയ്യാം. ഇത് അവൾ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ എന്തിനാ? കല്യാണത്തിൻ്റെ കാര്യം പോലും ഇന്നലെയാണ് അല്ലേ? നിങ്ങളൊക്കെ ഇന്നലെയല്ലേ ഭൂരിഭാഗം ആളുകൾ പറയുന്നത്? അവൾ അങ്ങനെ അവളുടെ പ്രൈവറ്റ് ലൈഫ്, ആ ഒരു സാധനം, ഒരു ബിഹേവിയർ ഉള്ളൊരു പെൺകുട്ടി, അവളെ എന്താണോ അത് റിയലായിട്ട് നമ്മളെ കാണിച്ചു തരത്തില്ല. അതിൻ്റെ ആവശ്യവും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കമൻറ്റിൽ എഴുതിയിടുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അനുവിനെ കണ്ടിട്ട് അഭിനയിക്കുമ്പോഴുള്ള ആത്മാർത്ഥത പോലും തോന്നുന്നില്ല, എൻ്റെ തോന്നൽ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാന്യമായിട്ടുള്ള കമൻറ്റ്. പുള്ളിക്ക് അങ്ങനെ തോന്നി, പക്ഷേ എന്ത് കണ്ടിട്ട് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണ ഫോട്ടോ അടിയിൽ വന്നതാണ് ഈ കമൻറ്റും. അഭിനയിക്കുമ്പോഴുള്ള ആത്മാർത്ഥത പോലും, അഭിനയിക്കുമ്പോഴുള്ള ആത്മാർത്ഥത വേറെ, ജീവിതത്തിൽ കൊടുക്കേണ്ട ആത്മാർത്ഥത വേറെ. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അത്രേ എനിക്ക് ചേട്ടനോട് പറയാനുള്ളൂ, ഈ എഴുതിയിട്ട ആളോട്. കാരണം അത്യാവശ്യം മാന്യമായിട്ട് അവരവൻ്റെ തോന്നിയ സാധനം എഴുതിയിട്ടിട്ടുണ്ട്. തങ്കച്ചൻ്റെ ശാപം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. തങ്കച്ചൻ്റെ ചാപമോ? എന്തിന് തങ്കച്ചൻ്റെ ചാപം? ദിനേശ് കുമാർ, എന്തിനാ ചേട്ടാ തങ്കച്ചൻ്റെ ചാപം? പുള്ളിയുടെ കാര്യം നോക്കി ജീവിക്കുന്നു. പുള്ളിക്ക് അത്യാവശ്യം സിനിമകളുണ്ട്, സിനിമകളൊക്കെ ചെയ്ത് പുള്ളി സ്റ്റേജ് ഷോസും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി അടുത്ത് പുറത്തൊക്കെ ആയിരുന്നു, അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ ആയിരുന്നു. പുള്ളിയുടെ കാര്യം നോക്കി പോകുന്നു. അനിമോളുടെ കാര്യം നോക്കി പോകുന്നു. ഒരു ഷോയിൽ വെച്ച് രണ്ടുപേരും ഒന്നിച്ചായിരുന്നു, അവിടെ കഴിഞ്ഞു. ഒരിക്കലും അനിമോൾക്ക് പുള്ളിയെ ഇഷ്ടമാണെന്നോ പുള്ളിക്ക് അനിമോളെ കെട്ടണമെന്നൊന്നും പുള്ളി പറഞ്ഞ് ഞാനെങ്ങും കേട്ടിട്ടില്ല. തമാശ രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ പുള്ളി എങ്ങും പറഞ്ഞിട്ടില്ല. അതാ ഷോയ്ക്ക് അകത്ത് വെച്ചിട്ടാ. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലേ ഇവിടെ പകുതി ആളുകൾക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്? കേരളം ഭ്രാന്താലയമാണെന്ന് അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? പുള്ളിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, പുള്ളി കറക്റ്റായിട്ടാണ് പറഞ്ഞത്. തുരു അതേ അടുപ്പിച്ചടുപ്പിച്ച കിടക്കുന്നത്. 3 മാസം അതിന് മുമ്പ് അവൻ രക്ഷപ്പെടും. അവർക്കറിയാം എത്ര നാൾ ആർക്കറിയാം എത്ര നാൾ കാണുമോ? പോടിത്തെ അവിടെ എന്തൊക്കെയാടാ എഴുതിയിട്ടേക്കുന്നത്? എന്തിനാടാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? അതിനെ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ട കാര്യം എന്താ? എല്ലാവർക്കും 3 മാസമാണ് പറയാനുള്ള. 3 മാസത്തിനുള്ളിൽ പരിപാടി കഴിയുമെന്നാണ് പറയുന്നത്. എന്തോന്നാടേ ഇത്? അവര് ഡിവോഴ്സ് ആയില്ലെങ്കിൽ പറഞ്ഞ് ഡിവോഴ്സ് ആക്കിക്കുമല്ലോ നിങ്ങൾ. എന്ത് കിട്ടാനാ ഇതുകൊണ്ട്? എനിക്കത് മനസ്സിലാവാത്തത്. എഴുതി സമയം പോവുമല്ലേ ഇത് കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ? നല്ല എന്തെങ്കിലും കാര്യം എഴുതിയിടുമ്പോൾ പിന്നെ മനസ്സിലാക്കാം. ഇത്ര അപരാധം ഇങ്ങനെ എന്തിനാ എഴുതിയിടുന്നത്? അയ്യോ, എന്തേലും ഗുണമുണ്ടോ? ഇങ്ങനെ കുത്തിയിരുന്ന് അഭിപ്രായം പറഞ്ഞോളൂ, അഭിപ്രായം പറയാം, തെറ്റില്ല. പക്ഷെ ഇതാണോ ഇത്രയും ചീപ്പാണോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നിങ്ങളുടെ അല്ല കേട്ടാ, ഈ സാധനം എഴുതിയിടുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ചീപ്പാണോ? എന്ത് കാര്യത്തിന്? ഈ വണ്ടി തമിഴ്നാട്ടിലേക്ക് പോയ കാരണം മലയാളി രക്ഷപ്പെട്ടു. ഷാൽഫി ജോർജിൻ്റെ, എൻ്റെ പൊന്നിയേട്ടാ, എനിക്ക് തോന്നുന്നു പുള്ളി മക്കളെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ടേക്കുന്ന പ്രൊഫൈൽ. എന്നിട്ട് അതിനകത്തു നിന്നാണ് വന്ന് ഈ സാധനമൊക്കെ എഴുതുന്നത്. ഈ വണ്ടി ചേട്ടനൊരു പെങ്ങളുണ്ടെങ്കിൽ, ഈ പ്രായമുള്ള പെങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ അതിനെ വണ്ടി എന്നായിരിക്കുമോ വിളിക്കുന്നത്? വണ്ടി എന്നായിരിക്കുമോ വിളിക്കുന്നത്? അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ്റെ പെങ്ങളെ വണ്ടി എന്ന് വിളിച്ചാൽ ചേട്ടൻ ഒരു കുഴപ്പവും കാണത്തില്ലേ? എന്തൊക്കെയാണോ ഇത്? എന്തൊക്കെയാണോ? കൊച്ചു പിള്ളേരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തിട്ടിട്ട് പ്രൊഫൈൽ പിക്കാ അതിനകത്ത് ആ ഒരു പ്രൊഫൈലിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ വന്ന് എഴുതുമ്പോഴത്തേക്കാണ് നിന്റെ പ്രൊഫൈലൊക്കെ ആൾക്കാരുടെ അടുത്ത് നോക്കും. നിന്റെ പിള്ളേരെ ഉൾപ്പെടെ വിളിക്കും, നല്ല കനത്ത സാധനങ്ങൾ. എന്തിനാ അതൊക്കെ? വേറൊരു എൻ്റെ പൊന്നെ അടിപൊളി ചേച്ചിയുടെ കുറേ കമൻറ്റ് ഞാൻ കണ്ടു. ഷാരോൺ സഞ്ജയ്, എന്തൊരു വേഷം ഈ കിളവിക്ക്, ഒരു സാരി ഉടുത്തുകൂടെ? ഇത് ഏത് ഫോട്ടോ അടി വന്നതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോ അല്ല, അനിമോളുടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇട്ട. നിങ്ങളിത് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസമായിരിക്കും കാണുന്നത് രാവിലെ എൻ്റെ വീഡിയോ. അപ്പോൾ മിനിഞ്ഞാന്ന്, ഓക്കെ,
മിനിഞ്ഞാന്ന് അനുമോള് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇട്ട ഒരു വീഡിയോ, മറ്റേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മറ്റേ ഇങ്ങനെ എന്താ ഈ സെറ്റ് സാരി ഇങ്ങനെ ഉടുത്തിട്ടുള്ളൊരു സാധനം, പഴയ ഈ തറവാട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉടുക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു സാധനമൊക്കെ ഉടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നതാണ് ഈ ഷാരോൺ മോൾ എഴുതിയിട്ടേക്കുന്ന കമൻ്റാണിത്. എന്താ ഇവരെയൊക്കെ പറയണ്ടേ? എന്തൊരു വേഷമായി ഈ കിളവയ്ക്ക് ഒരു സാരി ഉടുത്തൂടെയെന്ന്. അവളുടെ ഇഷ്ടം, അവൾ എന്തുടുക്കണമെന്ന് മനസ്സിലായോ? അവളുടെ ഇഷ്ടം. തുണി ഇല്ലാതൊന്നും അല്ലല്ലോ ഷാരോണെ അവൾ കല്യാണത്തിന് വന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വീഡിയോകളിലൊക്കെ ഉള്ളത് അല്ലല്ലോ. എന്താ നിൻ്റെയൊക്കെ കുഴപ്പം? ഇതിവിടെ തീരുന്നില്ല. ഷാരോണിൻ്റെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. അടുത്തൊരു കമൻറ്റ്, അയ്യോ ഒരു പാവം പയ്യൻ, അവൻ്റെ ആദ്യരാത്രി കഴിയുമ്പോൾ അവൻ്റെ ഒരവസ്ഥ, ഞണ്ടിൻ്റെ അളയുടെ അടുത്തിരിക്കേണ്ട ഞാൻ. ഞണ്ടിൻ്റെ അളയാ? മനസ്സിലായില്ല കേട്ടോ. കുളക്കടവിൽ കുളത്തിലേക്ക് നോക്കിയിരിക്കുന്നു, പതറരുത് രാമൻകുട്ടി. എടാ ഇതൊക്കെ നീ മറ്റേ ഡബിൾ മീനിങ്ങിൽ അടിച്ചതല്ലേ? എടാ എന്തോന്നാടാ ജോർജ് ജോസഫ് മാഞ്ഞാലി? എന്താ നിനക്ക് ഇതിനകത്തൊന്ന് കിട്ടുന്നത്? തുരന്നിരിക്കുവാണോ നീ? തുരന്നിരിക്കുവാണോ നീ? കുളത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ നീ. എന്തു പറഞ്ഞാലും ഈ കേരളം തങ്കച്ചൻ വിതുര എന്നൊരു വ്യക്തിയെയാണ് പ്രതീക്ഷിച്ചത്. ഇല്ലെങ്കിൽ കണ്ട ഷോ ഊമ്പൽസ് ആയിരുന്നു അല്ലേ? ഞാൻ മറ്റേ ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടും. ഞാൻ തങ്കച്ചൻ വിതുര അനുമോള് കെട്ടണം ആ സാധനം എനിക്കില്ലായിരുന്നു. കാരണം എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? മോളുടെ പ്രായം കാണും ഇല്ലേ തങ്കച്ചൻ ചേട്ടൻ്റെ? കാരണം തങ്കച്ചൻ ചേട്ടന് അത്യാവശ്യം പ്രായമുണ്ട്. പിന്നെ ഒരു ഷോയ്ക്കകത്ത് അവർ അങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ കപ്പിൾസായിട്ട് പ്രേമം പരിപാടികളൊക്കെ കാണിച്ചു എന്നും പറഞ്ഞ് ജീവിതത്തിൽ അങ്ങനെ വേണമെന്നാണോ? എന്താ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? എന്താ നിങ്ങളൊക്കെ പറയുന്നത്? മോശമല്ലേ? ഒന്ന് ചിന്തിച്ചൂടെ? ബോധമില്ലേ? ചെക്കൻ ഓർഫണാണോ? അപ്പനും അമ്മയും ഒന്നുമില്ലേ? നല്ല ചോദ്യം. പിരിയാതിരുന്നാൽ നന്ന്. 3 മാസം, വീണ്ടും 3 മാസത്തിനുള്ളിൽ ചെക്കൻ ഓടി രക്ഷപ്പെടും. ഇതാണ് മെയിൻ ഒരു കമൻറ്റ്. എനിക്ക് തോന്നുന്നു അനുമോളുടെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ അനുമോൾ പഠിച്ച സ്കൂളിൽ എങ്ങാണ്ടുണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ ഒരു വിഷമമാണ്. ആര്യനാട് സ്കൂളിൽ പഠിച്ച പെണ്ണാണോ ഇത്? എന്താ മാറ്റം? സ്കൂളിൽ ഉപ്പുമാവ് വാങ്ങാൻ ലൈൻ നിന്ന ആ കുട്ടിയെ ഞാൻ ഓർക്കുന്നു. പണം വന്നാൽ എല്ലാം മാറുമല്ലേ? ചേട്ടൻ്റെ ഓർമ്മ പങ്കുവച്ചത് നന്നായി. പക്ഷേ പണം വന്നാൽ എല്ലാം മാറും എന്ന് ചേട്ടൻ ഉദ്ദേശിച്ചത് എന്ത് മാറിയെന്നാ? എന്ത് മാറിയെന്നാ ചേട്ടാ? എനിക്കത് പിടികിട്ടുകയില്ല. അവളൊരു കല്യാണം കഴിച്ചു, ചെറുക്കനുമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഇത് വരുന്നു. ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പണ്ട് അവളെ സ്കൂളിൽ കണ്ടതും എല്ലാം പറയുന്നത് ഓക്കെ. പക്ഷെ പണം എന്ത് മാറിയെന്നാ? അവൾ കുറച്ചും കൂടെ ചിലപ്പോൾ ലാവിഷായിട്ട് കല്യാണം നടത്തി കാണും, അത്രയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചേട്ടൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് അവിടെ ഇവിടെ ഇല്ലാത്തൊരു സാധനം. അല്ല, അങ്ങനെ തോന്നി, അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഷാരോൺ സഞ്ജയ് ഇല്ലേ, വേറൊരു കമൻറ്റ്, കുലസ്ത്രീ തുണിയില്ലാതെ നിൽക്കുന്നു. ഇത് ഏതിൻ്റെയാണെന്നറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ അടി കിടക്കുന്നതാണ് ഇത്. ഓക്കെ, തുണിയില്ലാതെ നിൽക്കുന്നെന്ന് ഇവളെയൊക്കെ. അല്ലെങ്കിൽ ഷാരോൺ സഞ്ജയ്, എനിക്ക് തോന്നുന്നു പെണ്ണാണെന്ന് തോന്നുന്നു. അതെ, ഷാരോൺ ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകൾക്കൊക്കെ പേര്, അതുകൊണ്ടാണ് കേട്ടോ. വോട്ടവർ, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, തുണിയില്ലാതെ നിൽക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ആ വീഡിയോ ഐഡിയിൽ വന്നതാണ്, മിനിഞ്ഞാന്ന് വന്ന ആ ഒരു വീഡിയോ ഐഡിയിൽ. ഇവരുടെയൊക്കെ കണ്ണിൽ മേൽഭാഗം ഇച്ചിരി ഒരു തുള്ളി കാണിച്ച, ഷോൾഡർ ഒന്ന് കണ്ട, അത് തുണിയില്ലായ്മേ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവൻ്റെ കുടുംബത്തിലെ ആളുകൾ, ഇവരുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർ സമ്മതിക്കണം അവരെയൊക്കെ കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.